Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫാർമക്കോളജി ടോപ്പിക്കാണ്. തംബ്നെയിൽ കണ്ടുകാണും ആൻറ്റിബയോട്ടിക് ഡ്രഗ്സിനെ കുറിച്ചാണ്. നമുക്ക് നേരെ ഇനിയും വീഡിയോയിലേക്ക് പോകാം. താമസിപ്പിക്കേണ്ട അല്ലേ? അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, കൂടെ ലൈക്ക് ആൻഡ് ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. എമിറ്റിക്സ്, ആൻറ്റിഎമിറ്റിക്സ് ആൻഡ് പ്രോകൈനറ്റിക് ഏജൻറ്റ്. ഫസ്റ്റ് ആൻറ്റിഎമിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വൊമിറ്റിംഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഡ്രഗ്സ് കഴിക്കുന്നത്. സോ ഇവിടെ മസ്കാനിക് റിസപ്റ്ററിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ H1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ D2 ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം. ദെൻ പ്രോകൈനറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഡിയോർണൽ മോട്ടിലിറ്റി കൂട്ടാം, റീകൺസിറ്റേഷൻ വരാതിരിക്കാൻ. ദെൻ 5H3 റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സെറോട്ടോണിൻ റിസപ്റ്റേഴ്സ് ആണ്, അത് എല്ലായിടത്തും ഉണ്ട്, അവരെ ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ NK1 എന്ന് പറയുമ്പോൾ ന്യൂറോകൈനാണ്, CNSലൊക്കെ ഉള്ള ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം. ഒരു അഡ്ജുവൻറ്റ് ആൻറ്റി എമിറ്റിക്സ്. ഞാൻ ഫസ്റ്റ് ആൻറ്റികോളിനർജിക്സ് എന്ന് പറയുമ്പോൾ എന്താ? M1 റിസപ്റ്റേഴ്സ്. M1 റിസപ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഡ്രഗ്സിൻ്റെ എക്സാമ്പിളാണ് ഹയോസിൻ ആൻഡ് ഡൈസൈക്ലോമിൻ. ദെൻ H1 ആൻറ്റിഹിസ്റ്റമിൻസിൻ്റെ എക്സാമ്പിളാണ് പ്രോമെത്താസിൻ, ഡൈഫെനിറാമിൻ ആൻഡ് ഡോക്സിലമിൻ. ന്യൂറോലെപ്റ്റിക്സ് ആണ് ക്ലോർപ്രൊമാസിൻ ആൻഡ് ട്രൈഫ്ലൂപ്രൊമാസിൻ. ഈ പ്രൊമാസിൻ വരുന്നതൊക്കെ ഡോപ്പമിൻ ബ്ലോക്കേഴ്സ് ആണ്, D2 ഡോപ്പമിൻ ബ്ലോക്കേഴ്സ് ആണ്. ദെൻ പ്രോകൈനറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്താ? മോട്ടിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മെറ്റോക്ലോപ്രമൈഡ് ആൻഡ് ഡോംപെരിഡോണും മെറ്റോക്ലോപ്രമൈഡും. ദെൻ 5HT3 ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സെട്രോൺസ് ആണ്. ഇത് സെറോട്ടോണിൻ ആണല്ലോ 5HT3 എന്ന് പറയുന്നത്. ഇപ്പോൾ സെറോട്ടോണിൻ എന്ന് പറയുമ്പോൾ സെട്രോൺ ഓർത്ത് വെക്കാം. സോ ഓണ്ടാസെട്രോൺ, റാമോസെട്രോൺ ആൻഡ് ഗ്രാനിസെട്രോൺ. NK1 റിസപ്റ്റേഴ്സ് ആണ് എ പ്രപ്പിറ്റൻറ്റ്, ഫോസാപ്രപ്പിറ്റൻറ്റ്. ദെൻ അഡ്ജുവൻറ്റ് ആൻറ്റി എമിറ്റിക്സ് ആണ് ഡെക്സാമെത്തസോൺ ആൻഡ് ബെൻസോഡയസെപ്പിൻസ്. സോ ഈ സബ് ക്ലാസ്സസ് ഓർത്ത് വെക്കാനായിട്ട് ആൻറ്റി എമിറ്റിക് എന്ന് പറയുമ്പോൾ എന്താ? വൊമിറ്റിംഗ് സെൻറ്റർ മെഡുല്ലയിലാണ്. മെഡുല്ലയിൽ എഫക്റ്റ് ചെയ്യുന്ന ഉള്ള റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? മസ്കാനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഹിസ്റ്റമിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, D2 റിസപ്റ്റേഴ്സ് ഉണ്ട്, ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ സെറോട്ടോണിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ വൊമിറ്റിംഗ് നടക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ എന്താ? ഗ്യാസ്ട്രോ ഡിയോർണൽ മോട്ടിലിറ്റി കൂടെ റീകൺസിറ്റേഷൻ വരാതിരിക്കാനും നോക്കണമല്ലോ. സോ പ്രോകൈനറ്റിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഇത് ഓർത്ത് വെക്കാം. ദെൻ ഫസ്റ്റ് ഫിസിയോളജി ഓഫ് വോമിറ്റിംഗ്. വോമിറ്റിംഗ് സെൻറ്റർ എവിടെയുള്ളത്? മെഡുല ഒബ്ലാങ്കേറ്റയിലാണ്. മെഡുല ഒബ്ലാങ്കേറ്റയിൽ ദേ റിസീവ് അഫറൻറ്റ് ഫ്രം കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ, വെസ്റ്റിബുലർ അപ്പാരറ്റസ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് സെൻറ്റേഴ്സ് ഇൻ ദി ബ്രെയിൻ. ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ is not preferred by blood-brain barrier and is stimulated by the drugs, chemicals and radiations. So വോമിറ്റിംഗ് സെൻറ്റർ മെഡുല ഒബ്ലാങ്കേറ്റയിലാണെങ്കിൽ അവിടേക്കുള്ള അഫറൻറ്റ് കൊടുക്കുന്നത് കീമോ റിസപ്റ്റർ ട്രിഗർ സോണിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, വെസ്റ്റിബുലർ അപ്പാരറ്റസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, GIT നിന്ന് കൊടുക്കുന്നുണ്ട്, ആൻഡ് സെൻറ്റേഴ്സ് ഇൻ ദി ബ്രെയിനിൽ നിന്നും മെഡുല ഒബ്ലാങ്കേറ്റയിലേക്ക് അഫറൻസ് കൊടുക്കുന്നുണ്ട് വോമിറ്റിങ്ങിനായിട്ട്. ആൻഡ് ഇവിടുത്തെ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ എന്നുള്ളത് ദേ ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആയതുകൊണ്ട് തന്നെ ഡ്രഗ്സ് കഴിച്ചാലും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വോമിറ്റിംഗ് വരാം. ദെൻ കെമിക്കൽസോ റേഡിയേഷൻ ഫോളോഡ് ബൈ വോമിറ്റിംഗ് വരാം. എമിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എമിറ്റിക്സിൻ്റെ കാര്യം പറയുന്നത് സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഓർ റേഡിയേഷൻസ് ദേ ഡാമേജസ് ദി സെൽ ആൻഡ് ഇറിറ്റേറ്റ് ദി ഗട്ട് മ്യൂക്കോസ. അപ്പോൾ ഡ്രഗ്സ് ഇവിടെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണല്ലോ, ഓർ റേഡിയേഷൻസ് എന്ത് ചെയ്യും? ആദ്യം സെൽസിനെ ഡാമേജ് ചെയ്യും, അങ്ങനെ അവർ ഇറിറ്റേറ്റ് ചെയ്യും ഗ്യാസ്ട്രിക് മ്യൂക്കോസേനെ. സോ ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്ത് ചെയ്യും? ദ റിലീസസ് ദി മീഡിയേറ്റേഴ്സ് ഫ്രം ദി ഗട്ട് മ്യൂക്കോസയിൽ നിന്ന് മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അവർ ആ മീഡിയേറ്റേഴ്സ് എന്ത് ചെയ്യും? വാഗൽ അഫറൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. ഗട്ടിലുള്ള വാഗൽ അഫറൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് എമിറ്റോജനിക് ഇമ്പൾസ് ഉണ്ടാക്കും. എമിറ്റോജനിക് എന്ന് പറയുമ്പോൾ വൊമിറ്റിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്ന ഇമ്പൾസസ് ഉണ്ടാക്കും. അത് ചെന്ന് CNSൽ ന്യൂക്ലിയസ് ട്രാക്ട് സോൾട്ടേറിയസിലേക്കും കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലും പോയി ഇമ്പൾസ് കൊടുക്കും. ആൻഡ് വിച്ച് സ്റ്റിമുലേറ്റ് എമിറ്റിക് സെൻറ്റർ ആൻഡ് കോസിങ് വോമിറ്റിംഗ്. നൗ എമിറ്റിക് സെൻറ്റേഴ്സ്. ഇനി ഏതൊക്കെ റിസപ്റ്റേഴ്സാണ് എമിറ്റിക് സെൻറ്ററിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നതെന്നുള്ളത്. എമിറ്റിക് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും ടോക്സിൻസ്, ഡ്രഗ്സ് ഓർ ഇറിറ്റൻസ് പോയിട്ട് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും, ഓറലി കഴിക്കുന്ന ഡ്രഗ്സ് ചിലപ്പോൾ ടോക്സിൻസ് കഴിക്കാം, ചില ഡ്രഗ്സൊക്കെ വോമിറ്റിംഗ് ഇൻഡ്യൂസിങ് ഡ്രഗ്സ് കഴിക്കാം. അത് സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ ചെന്നിട്ട് അവിടെയുള്ള റിസപ്റ്റേഴ്സാണ് 5HT3 റിസപ്റ്റേഴ്സ്, D2 or M1 റിസപ്റ്റേഴ്സ് ഏരിയ പ്രോസ്റ്റിമയിലേക്ക് ഇമ്പൾസ് കൊടുക്കും. അങ്ങനെ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലേക്കൊക്കെ ഇമ്പൾസ് കിട്ടും. അങ്ങനെ അത് എമിറ്റിക് സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കോ സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ ഫാരിങ്സിൽ, സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? റീകൺസിറ്റേറ്റ് ചെയ്ത് ഫാരിങ്സിലേക്ക് എത്താം. ഫാരിങ്സിൽ നിന്ന്
ഉള്ള റിസപ്റ്റേഴ്സാണ്. D2 റിസപ്റ്റേഴ്സ് ഉണ്ട്, M1 റിസപ്റ്റേഴ്സ് ഉണ്ട്, ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റേറിയസ് ആൻഡ് 5-HT3 റിസപ്റ്റേഴ്സിലൊക്കെ ഇൻഫർമേഷൻസ് പോയിട്ട് എമിറ്റിക് സെൻറ്ററിൽ അഫറൻ്റ് ആയിട്ട് ചെന്ന് വൊമിറ്റിംഗ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇന്നർ ഇയർ അതായത് വെസ്റ്റിബുലർ അപ്പാരറ്റസ് അവിടെ നിന്ന് സെറിബെല്ലം വഴി എമിറ്റിക് സെൻറ്ററിലേക്ക് ഇമ്പൾസ് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ ഫിയർ, ഇമോഷൻസ്, ആൻസിപ്പേഷൻസ്, സ്മെൽ, സൈറ്റ് ഒക്കെ ഹയർ സെൻറ്റർ വഴി എമിറ്റിക് സെൻറ്ററിൽ പോയിട്ട് വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാം. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് ഏതൊക്കെയാണ് റിസപ്റ്റേഴ്സ്, വൊമിറ്റിങ്ങിന് സഹായിക്കുന്ന റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. D2 റിസപ്റ്റേഴ്സ്, അതാണ് ന്യൂറോലെപ്റ്റിക്സ്. ന്യൂറോലെപ്റ്റിക്സ് കഴിക്കുന്നത് എന്തിനാണ്? D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ആണ്. M1 എന്ന് പറയുമ്പോൾ മസ്കാരനിക് റിസപ്റ്ററാണ്, അതിനാണ് ആൻറ്റിക്കോളിനർജിക്സ് സബ് ക്ലാസ് ആയിട്ട് വരുന്നത്. H1 എന്ന് പറയുമ്പോൾ ആൻറ്റിഹിസ്റ്റമിൻസ്, H1 ആൻറ്റിഹിസ്റ്റമിൻസ്. ദെൻ 5-HT3 ആൻറ്റഗോണിസ്റ്റ്. 5-HT എന്ന് പറയുമ്പോൾ എന്താ? സെറോട്ടോണിൻ ആണ്. ദെൻ NTS, ഇത് ഒരു സെൻറ്ററാണ്. NTS സെൻറ്റർ അല്ല, ന്യൂക്ലിയസ് ആണ്. ദെൻ ഡോപ്പമിൻ D2 ആൻറ്റഗോണിസ്റ്റ്. ഡോപ്പമിൻ D2 ആൻറ്റഗോണിസ്റ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അഗോണിസ്റ്റ് അല്ല, ആൻറ്റഗോണിസ്റ്റ് ആണ്, എഗെയിൻസ്റ്റ്. സോ ദേ ജസ്റ്റ് ബ്ലോക്ക് ഡോപ്പമിൻ D2 റിസപ്റ്റേഴ്സ് ഇൻ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ആൻഡ് ദെൻ പ്രിവെൻറ്റ് വോമിറ്റിംഗ്. നൗ 5-HT3 ആൻറ്റഗോണിസ്റ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? 5-HT3 ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ബ്ലോക്ക് 5-HT3 റിസപ്റ്റേഴ്സ് ഇൻ GIT, കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ, ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റേറിയസ് ആൻഡ് ദെൻ പ്രിവെൻറ്റ് വോമിറ്റിംഗ്. നേരത്തെ പോലെ തന്നെ ഇവിടെ GIT-ലാണെങ്കിൽ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമാണ് ഈ 5-HT3 ആൻറ്റഗോണിസ്റ്റ് ഉള്ളത്. ഇവരുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ദേ കോസസ് ഹെഡേക്ക്, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ആൻഡ് റാഷസ്. ആൻഡ് ഇതിൻ്റെ യൂസ് വരുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗില്ല, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. ആൻഡ് ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സെഡേഷൻ ആൻഡ് ദർ ഇസ് നോ CNS എഫക്റ്റ്. Many anti-muscarinic drugs. Anti-muscarinic drugs like anti-muscarinic അല്ലെങ്കിൽ anticholinergics എന്ന് പറയും. ലൈക്ക് ഹയോസിൻസ്. ഹയോസിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ദേ ആർ ലേബറന്തൈൻ സെഡേറ്റീവ് ആണ്. ലേബറന്തൈൻ സെഡേറ്റീവ് ആൻഡ് വെരി ഇഫക്റ്റീവ് ഇൻ മോഷൻ സിക്നസ്. ലേബറന്തൈൻ എന്ന് പറയുമ്പോൾ ഇയറിലാണ് ഇതുള്ളത്. സോ ലേബറന്തൈൻ സെഡേറ്റീവ് ആണ് ആൻഡ് വെരി ഇഫക്റ്റീവ് ഇൻ മോഷൻ സിക്നസ്. ഈ മോഷൻ സിക്നസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ഓവർ സ്റ്റിമുലേഷൻ ഉള്ളതുകൊണ്ടാണ്. വെസ്റ്റിബുലർ അപ്പാരറ്റസിൽ ഓവർ സ്റ്റിമുലേഷൻ ആണ് മോഷൻ സിക്നസ് ഉണ്ടാക്കുന്നത്. ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എലോങ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ദെൻ ഹയോസിൻ എന്ത് ചെയ്യും? ദ റിലാക്സസ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സ്മൂത്ത് മസിൽസ് ആൻഡ് ഇതിന് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ട്, സെഡേഷൻ ഉണ്ടാക്കും ആൻഡ് ഓൾസോ ഡ്രൈ മൗത്ത്. നമുക്കറിയാം ആൻറ്റിക്കോളിനർജിക്സ് എന്ന് പറയുമ്പോൾ എന്താ? അട്രോപ്പിൻ പോലത്തെ ആൻറ്റിക്കോളിനർജിക്സ് ആണ്. അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് പുറത്തു വെക്കാനായിട്ട് അട്രോപ്പിൻ്റെ പ്രശ്നം എന്താ? അതേ കോസസ് ഡ്രൈനസ് ഇൻ ദി മൗത്ത്. അങ്ങനെ ഇത് ഓർത്ത് വെക്കാൻ പറ്റും അഡ്വേഴ്സ് ഇഫക്റ്റ്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹയോസിനാണ്, അട്രോപ്പിനല്ല ഹയോസിനാണ്. ബിക്കോസ് ദേ ആർ ലേബറന്തൈൻ സെഡേറ്റീവ്. ദെൻ H1 ആൻറ്റിഹിസ്റ്റമിൻസ്. H1 ആൻറ്റിഹിസ്റ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഹിസ്റ്റമിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നവരാണല്ലോ ആൻറ്റിഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത്. സോ ദേ ജസ്റ്റ് ബ്ലോക്ക് H1 റിസപ്റ്റേഴ്സ് ഇൻ ദി ഏരിയ ആസ് വെൽ ആസ് ദി മസ്കാരനിക് റിസപ്റ്റേഴ്സിനെ ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ യൂസ്ഫുൾ ഇൻ മോഷൻ സിക്നസ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ്. നമുക്കിനിപ്പോൾ പറഞ്ഞെല്ലാം കൺസൈസ് ആയിട്ട് പറയാം. ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ആൻറ്റിഎമെറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? റിസപ്റ്റേഴ്സ് വെച്ചിട്ട് ഓർത്ത് വെക്കാൻ പറഞ്ഞത്. ആൻറ്റിക്കോളിനർജിക്സ്, H1 ആൻറ്റിഹിസ്റ്റമിൻസ്, ന്യൂറോലെപ്റ്റിക്സ് ഓർ D2 ബ്ലോക്കേഴ്സ്, ദെൻ prokinetic drugs, 5-HT3 antagonist, NK1 receptor antagonist, adjuvant antiemetics. ഫസ്റ്റ് ആൻറ്റിക്കോളിനർജിക്സ്. ആൻറ്റിക്കോളിനർജിക്സിന് എക്സാമ്പിളാണ് ഹയോസിൻ, ഡൈസൈക്ലോമിൻ പഠിച്ചത്. H1 ആൻറ്റിഹിസ്റ്റമിൻസ് ആണ് പ്രോമെത്താസിൻ ആൻഡ് ഡൈഫെനിറമീൻ. ദെൻ ന്യൂറോലെപ്റ്റിക് D2 ബ്ലോക്കേഴ്സ് ആണ് ക്ലോർപ്രമാസിൻ ആൻഡ് ട്രൈഫ്ലൂപ്രമാസിൻ. പ്രോകൈനറ്റിക് ഡ്രഗ്സ് ആണ് മെത്തോക്ലോപ്രമൈഡ് ആൻഡ് ടോംപെരിഡോൺ. 5-HT3 ആൻറ്റഗോണിസ്റ്റ് ആയിരുന്നു ഒണ്ടാൻസെട്രോൺ, റാമിസെട്രോൺ എക്സെട്ര. 5-HT3 എന്ന് പറയുമ്പോൾ അറിയാലോ സെറോട്ടോണിൻ ആണ്. അങ്ങനെ സെട്രോൺ ഒരു വേർഡ് ഓർത്ത് വെക്കാം. സോ ഒണ്ടാൻസെട്രോൺ, റാമിസെട്രോൺ എക്സെട്ര, ഗ്രാനിസെട്രോൺ. ദെൻ NK1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ന്യൂറോകൈനിൻസിൻ്റെ ആണ്. എ പ്രപ്പിറ്റൻറ്റ് ആൻഡ് ഫോസാപ്രപ്പിറ്റൻറ്റ്, ഫോസ് എ പ്രപ്പിറ്റൻറ്റ്. ഓക്കെ. ദെൻ അഡ്ജുവൻറ്റ് ആൻറ്റിഎമെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡെസ്മെത്തസോൺ ആൻഡ് ബെൻസോഡയാസെപ്പിൻസ്. ഫിസിയോളജി ഓഫ് ദി വൊമിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വൊമിറ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താ? വൊമിറ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഏതാ? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. അവിടേക്ക് അഫറൻറ്റ് കൊടുക്കുന്ന കീമോ റിസപ്റ്റർ ട്രിഗർ സോൺസ്, വെസ്റ്റിബുലർ അപ്പാരറ്റസ്, GIT ആൻഡ് സെൻറ്റേഴ്സ് ഇൻ ദി ബ്രെയിൻ നേരെ പോയിട്ട് എന്ത് ചെയ്യും? വൊമിറ്റിംഗ് സെൻറ്ററിനെ ആക്ടിവേറ്റ് ആക്കാം. അതുപോലെ ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ആണെങ്കിൽ ദേ ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ഡ്രഗ്സിനും കെമിക്കൽസിനും റേഡിയേഷൻസിനൊക്കെ ഡയറക്റ്റ് പോയിട്ട് കീമോ റിസപ്റ്റർ ട്രിഗർ സോണിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് നേരെ വൊമിറ്റിംഗ് കൊണ്ടുവരാം.
Then emetics എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എമറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഓർ റേഡിയേഷൻസ് എന്തുണ്ടാക്കും? ദേ കോസസ് ഡാമേജസ് ടു ദി സെൽ ആൻഡ് ഇറിറ്റേറ്റ് ദി ഗട്ട് മ്യൂക്കോസ. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താൽ ദ റിലീസസ് ദി മീഡിയേറ്റേഴ്സ്. ആ മീഡിയേറ്റേഴ്സ് എന്ത് ചെയ്യും? ദേ ആക്ടിവേറ്റ് വാഗസ് അഫറൻറ്റ്. അങ്ങനെ അഫറൻറ്റ് പോയിട്ട് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിലേക്കും കീമോറെസെപ്റ്റർ ട്രിഗർ സോണിലൊക്കെ എത്തി ദേ സ്റ്റിമുലേറ്റ് ദി എമറ്റിക് സെൻറ്റർ, ഫൈനലി കോസിങ് വോമിറ്റിംഗ്. ഇനി എമറ്റിക് സെൻറ്ററിൻ്റെ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കിയത്? D2 റിസപ്റ്റർ, M1 റിസപ്റ്റർ, H1 റിസപ്റ്റർ, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ്, 5-HT3. ഇത് സ്റ്റൊമക്കിൽ നിന്നും ആൻഡ് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വരെ ടോക്സിക് ഡ്രഗ്സ് കാരണം ഇനീഷ്യൽ അവരെ സ്റ്റിമുലേറ്റ് ആക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നർ ഇയറിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസ് വഴി, അല്ലെങ്കിൽ ഹയർ സെൻറ്റേഴ്സ് വഴി, ലൈക്ക് ഫിയർ, ഇമോഷൻ, മോഷൻ സിക്നസ് എക്സെട്ര. ദെൻ ഡോപ്പമിൻ D2 ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ജസ്റ്റ് ബ്ലോക്ക് ഡോപ്പമിൻ D2 റിസപ്റ്റേഴ്സ്, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പ്രിവെൻറ്റിംഗ് വോമിറ്റിംഗ്. 5-HT3 ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ബ്ലോക്ക് 5-HT3 റിസപ്റ്റേഴ്സിൻ്റെ GITs, കീമോ റിസപ്റ്റർ ട്രിഗേഴ്സ് ഓൺ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ് ആൻഡ് പ്രിവെൻറ്റിംഗ് വോമിറ്റിംഗ്. ADR എന്ന് പറയുമ്പോൾ എന്താ? കോസസ് ഹെഡേക്ക്, constipations, abdominal discomfort and rashes. Then use is post-operative and the anti-cancerous drug-induced vomiting, resulting in no sedations and no CNS effect. Anti-muscarinic എന്ന് പറയുമ്പോൾ ഹയോസിൻ ആണ് നോക്കിയത്. ഹയോസിൻ എന്താ? ലേബറന്തൈൻ സെഡേറ്റീവ് ആണ്. ആൻഡ് ദേ ആർ വെരി ഇഫക്റ്റീവ് ഇൻ മോഷൻ സിക്നസ്. ദെൻ മോഷൻ സിക്നസ് എന്തുകൊണ്ടായിരുന്നു? ഡ്യൂ ടു ഓവർ സ്റ്റിമുലേഷൻ ഓഫ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് അലോങ് വിത്ത് സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഹയോസിൻ എന്ത് ചെയ്യുന്നത്? റിലാക്സസ് GIT സ്മൂത്ത് മസിൽസ്, causing ADR like sedations and dryness of the mouth. Then H1 antihistamines. H1 antihistamines, they just block H1 receptors and in the area of idiopathisma, as well as muscarinic receptors ne block cheyyunnundu. So they can be used in motion sickness and post-operative vomiting. And this is about emetics, antiemetics and prokinetics. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ട്. അതിൽ ബാക്കിയുള്ള സബ് ക്ലാസ്സസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.